നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു 2-in-1 ഒരു സ്പ്രേയറാണ്. കീടനാശിനിയൊക്കെ സ്പ്രേ ചെയ്യാൻ കൃഷി സ്ഥലത്തൊക്കെ സ്പ്രേ ചെയ്യുന്ന ഒരു സ്പ്രേയറാണ് ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. 2-in-1 എന്ന് പറയുമ്പോൾ ബാറ്ററിയിലും മറ്റും മാനുവലായിട്ടും മറ്റും നമ്മൾ സാധാരണ പുറത്തിങ്ങനെ നോക്കി സ്പ്രേ ചെയ്യുന്നത് മാനുവലായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടാണ് സ്പ്രേ ചെയ്യുക. ഇത് അങ്ങനെയും ചെയ്യാം. അത് കൂടാതെ തന്നെ ഇതിൽ ബാറ്ററി ഉണ്ട്, മോട്ടോർ പമ്പ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കപ്പോൾ മാനുവലായിട്ട് പമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് ഉപയോഗിക്കുന്ന സ്പ്രേയറാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് എടുക്കാം. ഇത് ഞാൻ നേരത്തെ എടുത്തൊക്കെ ടെസ്റ്റ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഇത് ഫിറ്റിങ്സ് ഒക്കെ വളരെ സിമ്പിളല്ല, കുറച്ച് ഇത് മനസ്സിലാക്കിയാലേ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പെട്ടെന്ന് ഈസി അല്ല. അപ്പോൾ ഒന്ന് എങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന അറ്റാച്ച്മെന്റ്സ് ആണ് ഈ കാണുന്നതെല്ലാം. ഇതൊക്കെ ഈ ബോക്സിന് അകത്ത് തന്നെ ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ ഞാൻ എടുത്ത് പുറത്ത് വെച്ചെന്ന് മാത്രം. അപ്പോൾ ഈ സ്പ്രേയറിന്റെ ഉള്ളിൽ തന്നെയാണ് ഇവരിതെല്ലാം പാക്ക് ചെയ്ത് വെച്ച് കൊണ്ടുവരുന്നുണ്ടായിരുന്നത്. ഈ ബോക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്താൽ ഇതിനകത്ത് ഇതിന്റെ പിസ്റ്റണും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിന്റെ കൂടെ ഉള്ളത്. ഇതിന്റെ ഒരു ഫിൽറ്ററാണ്, മെഷ്. നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഫിൽറ്റർ ചെയ്ത് ഒഴിക്കണം, നേരിട്ട് ഒഴിക്കരുത്. എന്തെങ്കിലുമൊക്കെ കരടൊക്കെ വന്നത് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ ക്ലീനിങ് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഈ മെയിൻ പിസ്റ്റണാണ് ഈ വരുന്നത്. ഇതാണ് ഇതിലാദ്യം ഫിറ്റ് ചെയ്യേണ്ടത്. ഇത് മാനുവൽ പമ്പിങ്ങിന് ഇത് ആവശ്യമുള്ളൂ. ഇപ്പോൾ മോട്ടറൈസ് ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഇതിനകത്തൂടെയാണ് ഔട്ട്ലെറ്റ് വരിക. മാനുവലായിട്ട് ചെയ്യുമ്പോൾ ഇതിലേയും വരും. ആ ട്യൂബ് രണ്ട് ഭാഗത്ത് ഒരു ട്യൂബാണ് ഉള്ളത്. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് മാറ്റി ഫിറ്റ് ചെയ്യാം. അങ്ങനെ ഫിറ്റ് ചെയ്താണ് ഇത് ഉപയോഗിക്കുക. നമുക്കിതൊന്ന് ഇപ്പം ഇതിൻ്റെ ട്യൂബ് വരുന്ന സൈഡ് ഈ ഭാഗത്തേക്കായിട്ട് വരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് വേണം ഇത് ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇതിൽ കൂടുതൽ പാർട്സും ഇതിൻ്റെയൊക്കെ പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ പിസ്റ്റണും സാധനങ്ങളൊക്കെ നമ്മൾ പഴയ കാലത്തുണ്ടായിരുന്ന സ്പ്രേയർ ആസ്പെയുടെയൊക്കെ നോക്കിയാൽ ബ്രാസ് ആയിരിക്കും കൂടുതലും. ട്യൂബുകൾ സാധനങ്ങൾ പലതും മെറ്റീരിയൽ പലതും ബ്രാസ് ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ കൂടുതലും പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ അതിൻ്റെ ലൈഫ് എന്തായാലും ഇപ്പോൾ പഴയ കാലത്ത് അത്രയും കിട്ടാൻ സാധ്യതയില്ല. അതിൻ്റെ ബോഡിയൊക്കെ കട്ട് അത്രയൊന്നും ഇല്ല. പിന്നെ മെറ്റലിൻ്റെ ബേസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഹിഞ്ചസ്, ഇതിപ്പോൾ ട്യൂബിൻ്റെ ഹിഞ്ചസ് എല്ലാം പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഇതൊക്കെ എത്ര കാലം നിൽക്കുന്ന മുഴുവനായിട്ട് ഉറപ്പൊന്നും. മറ്റേതൊക്കെ മെറ്റലൊക്കെ ആണെങ്കിൽ കുറച്ചധികം കാലം എന്തായാലും നിൽക്കും. അത്രയൊന്നും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഹുക്ക് ഒന്നും നിൽക്കാൻ സാധ്യത കുറവാണ്. ഇതിൻ്റെ ഇപ്പോൾ നോസിലുകൾ 4 ടൈപ്പ് നോസിൽ അവർ തരുന്നുണ്ട്, പല ടൈപ്പ്. ഇതെല്ലാം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തീർച്ചയായും ലൈഫ് എന്തായാലും കുറയും. ഇതൊക്കെ കുറച്ച് കാലം ചൂടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് എന്തായാലും പൊട്ടിപ്പോകും. പിന്നെ അത് ചീപ്പ് റേറ്റ് ഉണ്ടാവുള്ളൂ. മാറ്റാനായാലും അധികം പ്രൈസ് ഒന്നും വരില്ല. ഇതിപ്പോൾ ഈ സ്പ്രേയറിനാകെ 2500 രൂപ ഇതിന് വില വരുന്നുള്ളൂ. ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ്. 2-in-1 ആണ്, മാനുവലും രണ്ടും കൂടി ഉള്ളതിന്. അപ്പോൾ അതിന് വിലയും കുറവ് തന്നെയാണ്. മറ്റേതിൻ്റെ അത്ര വിലയും വരുന്നില്ല. അപ്പോൾ കുറച്ച് കാലമായാലും നല്ല രീതിയിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാം. മോട്ടറൊക്കെ ഉള്ളത് കൊണ്ട് പമ്പും ഇതൊക്കെയുണ്ട്. റീചാർജ് ചെയ്ത് ബാറ്ററിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിറ്റ് ചെയ്ത് ഇത് വരുമ്പോൾ ആദ്യം ഇതിൻ്റെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്താണ് വരിക. അപ്പോൾ ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിൽ ബാറ്ററി ഇതിന് അടിയിലാണ് വരുന്നത്. അതിന് ഇവിടെ ഒരു ഓപ്പണിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഇവിടെ ക്ലോസ് ചെയ്ത് വരുന്നതാണ് ഈ പോർഷൻ. അപ്പോൾ ഇത് തുറന്നാൽ നമുക്ക് ഇതിൻ്റെ റോഡൊക്കെ ഫിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ ബാറ്ററി ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് ബാറ്ററി എവിടെയാണ്, കണക്ഷൻ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ പമ്പ് വരുന്നത്. ഇതിൻ്റെ ബാറ്ററിയാണ്. ഇതിൻ്റെ ചാർജിങ് പോർട്ടൊക്കെ ഇവിടെയാണ് വരിക. ഇതിനകത്ത് ചാർജർ കണക്ട്. ഇത് ഓൺ ഓഫ് സ്വിച്ച് ആണ്. ഇത് സ്പീഡ് കൺട്രോൾ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ പ്രഷർ സ്ലോ സ്പീഡ് കൺട്രോൾ ചെയ്ത് ചെയ്യാനുള്ള ഒരു കൺട്രോളറും ഉണ്ട് ഇതിനകത്ത്. ഇത് ബാറ്ററിയിൽ നിന്ന് പുറത്തെടുക്കാം. ഇതാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ഇതിപ്പോൾ കണക്ഷൻ കൊടുത്ത് അവർ തരുമ്പോൾ ഇത്
ഡിസ്കണക്ട് ചെയ്താണ് തരുന്നത്. അത് കാരണം ഇരുന്ന് എങ്ങനെയും ട്രാൻസ്പോർട്ടേഷനിൽ ഓൺ ആവുക, ചാർജ് പോവുക, ഷോർട്ട് ആവുക, പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ ഡിസ്കണക്ട് ചെയ്താണ്. അപ്പോൾ ഇത് വെറുതെ പ്രസ്സിങ്ങേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ റെഡ് വയർ ഇതിൽ റെഡ്, പോസിറ്റീവിൻ്റെ സൈഡ് റെഡ് ആണ്, ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്, ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ആ കളറ് മാറാതെ ശ്രദ്ധിച്ച് കണക്ട് ചെയ്യണം. അത് വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ അത് തിരിഞ്ഞു പോകരുത്. കണക്ഷൻ തിരിഞ്ഞു പോയാൽ മോട്ടോർ ഇതൊക്കെ ഡാമേജ് വരും, വർക്ക് ചെയ്യില്ല, കംപ്ലൈൻറ്റും വരും. പല ഇലക്ട്രോണിക് ബോർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഇത്രയാണ്. ഇതിപ്പോൾ 12 വോൾട്ട് ബാറ്ററിയാണ്, 8Ah ജെൽ ടൈപ്പ് ബാറ്ററിയാണ്. അപ്പോൾ ലെഡ് ആസിഡ് ഇത് തന്നെയാണെങ്കിലും ജെൽ ടൈപ്പാണ് ഇത് വരുന്നത്. അപ്പോൾ അത് മൂവ്മെൻറ്റ് ഇതിലൊന്നും അധികം ഡാമേജ് വരില്ല. കൊണ്ട് നടക്കുന്ന, എപ്പോഴും പോർട്ടബിൾ ആയതുകൊണ്ട് കൊണ്ട് നടക്കുന്നതായതുകൊണ്ടാണ് ഈ ടൈപ്പ് ബാറ്ററി വെച്ചിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഇവിടെയൊക്കെ 12 വോൾട്ട് 7Ah ബാറ്ററിയാണ്, UPSനകത്ത് കമ്പ്യൂട്ടറിൻ്റെ UPSിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് 7Ah ബാറ്ററി. ഇതിന് പകരം അത് ഉപയോഗിക്കാം. നമുക്ക് ഡാമേജ് ഒക്കെ വരുമ്പോൾ മാറ്റണമെങ്കിൽ റീപ്ലേസ് ചെയ്യാനായിട്ട് 7Ah ബാറ്ററി സെയിം സൈസ് തന്നെയാണ് വരുന്നത്, സെയിം 12 വോൾട്ട് തന്നെയാണ്. അതുകൊണ്ട് മറ്റു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതാണ് ഇതിൻ്റെ പമ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലെറ്റ് ഇതിൽ വരും. ഇതിനകത്തുനിന്നകത്ത് പമ്പ്, ഇത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഒക്കെ ഉള്ളതാണ്. നമ്മൾ നോസിൽ പ്രസ് ചെയ്യുമ്പോൾ ഇത് പമ്പ് വർക്ക് ചെയ്യും. നോസിൽ കയ്യിൽ നിന്ന് വിട്ടാൽ അപ്പോൾ അതിന് ഓഫ് ആവും, ഓട്ടോമാറ്റിക്കാണ് കൺട്രോളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ ഇതിൻ്റെ ബാറ്ററിയുടെ ചാർജിൻ്റെ ലെവൽ ഇൻഡിക്കേഷൻ ഇവിടെ കാണിക്കും. ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇൻഡിക്കേഷൻ ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഇവിടുന്ന് ഇതിപ്പോൾ ബാറ്ററി ഇപ്പോൾ ഫുള്ള്, ഇത് 2 ലെവലാണ് ഇതിൽ കാണിക്കുന്നുള്ളൂ, 3ാമത്തെ ലെവൽ വരുന്നില്ല. അപ്പോൾ ഈ 2 ലെവൽ ഇനി കുറയുമ്പോൾ ലോയിലേക്ക് വരും. അതേപോലെ ഇവിടെ സ്പീഡ് കൺട്രോൾ, ഈ നോബ്, ഇതിന് ഒരു നോബും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൽ കറക്കുന്നതിനനുസരിച്ച് സ്പീഡ് വേരി ചെയ്ത് വരും, സ്പീഡ് കൺട്രോളർ. പിന്നെ ചാർജർ കണക്ട് ചെയ്യാനുള്ളതാണ് ഇത് വരുന്നത്. ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന ചാർജർ. ഇത് പ്ലഗിൽ കണക്ട് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ചാർജ് ചെയ്യാം. ഇതിപ്പോൾ സാധാരണ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒക്കെ ചാർജിങ് പിന്നെ ഈ ടൈപ്പ് തന്നെയാണ്, സെയിം ടൈപ്പ് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൽ നോക്കിയാൽ ഇപ്പോൾ ഒരു സ്കൂട്ടറിൻ്റെ ചാർജറാണ് ഈ കാണുന്നത്, ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ. അപ്പോൾ അതിൻ്റെ സെയിം ടൈപ്പ് പിന്നെ തന്നെയാണ്, രണ്ടും ഒരേ കണക്ടർ തന്നെയാണ് വരിക നമുക്കിതിൽ. പക്ഷെ അത് വോൾട്ടേജ് വ്യത്യാസമുണ്ട്, അതുകൊണ്ട് അത് മാറി കുത്താനൊന്നും പാടില്ല. ഇത് 12 വോൾട്ട്, അത് 60 വോൾട്ട്, 72 വോൾട്ടൊക്കെ വണ്ടികളുടെ പല ടൈപ്പ് വരും. അപ്പോൾ ഇതിനകത്ത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഇൻഡിക്കേഷൻ ചെറുതായിട്ട് കത്തും. അത് ഫുൾ ചാർജ് ആകുമ്പോൾ റെഡ് ഗ്രീൻ ആവും അത്. അപ്പോൾ ഗ്രീൻ ആവണവരേക്കാണ് നമുക്ക് ചാർജ് ചെയ്യേണ്ടത്. സാധാരണ ഒരു ചാർജിൽ ഒരു 6 മണിക്കൂറോളൊക്കെ അത് സ്പ്രേ ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, നല്ല നമുക്കൊന്ന് ഫിറ്റ് ചെയ്തിട്ട് ഇനി നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ബാറ്ററി കവർ ഇവിടെ തുറന്നൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേൽഭാഗമൊക്കെ ബാക്കി ഐറ്റംസ് ഒക്കെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇത് റിമൂവ് ചെയ്ത് എടുക്കാം. ഇതാണ് ഇതിൻ്റെ പിസ്റ്റണൊക്കെ വരുന്നത്, എല്ലാം റബ്ബറിൻ്റെ പിസ്റ്റണാണ്. ഇത് ഇതിനകത്ത് മൂവ് ചെയ്യുമ്പോഴാണ് പമ്പിങ് നടക്കുക. അപ്പോൾ ഇതിനകത്തൂടെ ആണ് അപ്പോൾ വെള്ളം വരിക. മറ്റേ മോട്ടറിൻ്റെ ആണെങ്കിൽ ഔട്ട്ലെറ്റ് ഇതാണ് വരുന്നത്. മാനുവൽ പമ്പ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ആ ട്യൂബ് ഇഷ്ടമുള്ളിടത്തേക്ക് നമുക്ക് മാറ്റി ഫിറ്റ് ചെയ്യണം. ഒരുമിച്ച് രണ്ടും കൂടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ കോട്ടിങ് വരുന്നുണ്ട്. എല്ലാ മോഡലിനും അങ്ങനെയില്ല, ചിലത് ബ്ലാക്ക് തന്നെ വെറുതെ പ്ലാസ്റ്റിക് കോട്ടിങ് മാത്രം. അപ്പോൾ ഇതിന് ചെറിയൊരു സ്റ്റീൽ കോട്ടിങ് ഉണ്ട്. അപ്പോൾ അത് മാനുവൽ പമ്പ് ചെയ്യുമ്പോൾ തേയ്മാനം പെട്ടെന്ന് വരാതിരിക്കാൻ കുറച്ച് ഗുണം ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ മോഡൽ വാങ്ങുമ്പോൾ ഇതൊന്ന് നോക്കി വാങ്ങുന്നത് നല്ലതായിരിക്കും. മറ്റേ ഇവിടെ ഇതേപോലെ തന്നെ ബ്ലാക്ക് തന്നെയാണ് പല മോഡലിലും കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഇറക്കി വെച്ച് നെട്ട് മുറുക്കാണ് വേണ്ടത്. ഇത് വെച്ച് ഇതിൻ്റെ ലോക്ക് നെട്ട് ഇതിനകത്തൊരു സ്പോഞ്ചിൻ്റെ ഒരു വാഷറും കൂടി ഉണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇറക്കി വയ്ക്കാം, വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ട്യൂബ് ഈ സൈഡിലേക്ക്, ഇവിടെയാണ് ഫിറ്റിങ്സ് എല്ലാം ബാക്കി വരിക. അപ്പോൾ അത് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ ആണ് അത് ഫിറ്റ് ചെയ്യേണ്ടത്. പിന്നീട് ഇതിൻ്റെ റോഡ്, ഇത് പമ്പ് ചെയ്യുന്ന റോഡാണിത്. അപ്പോൾ ഈ റോഡ് ഫിറ്റ് ചെയ്യാനാണ് വേണ്ടത്. അത് ഇതിനകത്തോടെയാണ് ഇങ്ങനെ കടത്തി, ഇങ്ങനെയാണ് ഇത് പമ്പിങ് വരിക ഈ ഡയറക്ഷനിൽ. അപ്പോൾ ഇതിന് അകത്തൊരു ലോക്ക് ഉണ്ട്, പ്രത്യേക ലോക്കാണ് അത്. അതാണെങ്കിൽ ഇവിടെ 2 ലോക്ക് പ്ലാസ്റ്റിക് തന്നെയാണ്. അപ്പോൾ ഒരെണ്ണം സ്പെയറും ഒരെണ്ണം അത് ഫിറ്റ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ സ്പീഡ് കൺട്രോളിങ്ങിൻ്റെ നോബ് അതും 2 അവർ തന്നിട്ടുണ്ട്. ഒരെണ്ണം സ്പെയറായിട്ട് യൂസ് ചെയ്യാനാണ്, എന്തെങ്കിലും മിസ്സായാൽ നമുക്കത് പിന്നീട്. അപ്പോൾ ആ നോബ് ഇതിനകത്ത് സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഇതിൽ വെച്ച് പ്രസ് ചെയ്ത് ഇങ്ങനെ വയ്ക്കേണ്ട കാര്യമുള്ളൂ, നമുക്ക് ഓൺ ഓഫ് ചെയ്യാം.
അപ്പോൾ അതും അവർ ഒരെണ്ണം സ്പെയർ തന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ട മാറ്റിയിടാം. ഈ ലോക്കും 2 തന്നിരിക്കുകയാണ്. അതപ്പോൾ ഇതിനകത്ത് ഇവിടെ ഹോളുണ്ട്, ഈ ഓപ്പണിങ് ഇത് തുറന്ന് നമുക്ക് ഇതിനകത്ത് വെച്ച് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യാൻ വേണ്ടി. ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹോള് കാണാം. ഈ ഹോളിനകത്താണ് ഇത് ലോക്ക് ചെയ്യേണ്ടത്. ഇതിനകത്തത് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യണം. അപ്പോഴാണ് ഈ റോഡ് തിരിച്ച് പിന്നെ അഴിഞ്ഞു വരില്ല. ആ ലോക്ക് എടുത്താൽ മാത്രമേ, അപ്പോൾ അത് ആ ഹോളിൽ കറക്റ്റായി വരുമ്പോൾ വെച്ച് ഒന്ന് പ്രസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ കറക്റ്റ് പൊസിഷനിൽ വെച്ച് ഒന്ന് അമർത്തണം, അത്രയേ ഉള്ളൂ. അതിപ്പോൾ ലോക്കായി. ഇനി ഈ റോഡ് തിരിച്ചു വരില്ല. നമ്മളിപ്പോൾ ആ ലോക്ക് ഇടാതിരിക്കരുത്, അത് പിന്നീട് അലൈൻമെന്റ് വ്യത്യാസമൊക്കെ വരും. അപ്പോൾ ഇത്രയും ചെയ്താൽ ഈ ഭാഗത്ത് പണി കഴിയും. ഇനി നമുക്ക് മേൽഭാഗത്ത് ലിവർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനാണ് അവർ ഈ റോഡ് തന്നിരിക്കുന്നത്. ഇതിന്റെ നീളം കൂടിയ ഭാഗം മുകളിലോട്ടും, ഇത് രണ്ട് ലെങ്ത് ആണ് വരുന്നത്. അപ്പൊ നീളം കുറഞ്ഞ ഭാഗം ഇവിടെയാണ് വരുന്നത്, താഴെ. ഇതിപ്പോ ഇങ്ങനെ വെച്ചിട്ട് അതിനൊരു വാഷറും ഒരു സ്പ്ലിറ്റ് പിന്നും ഉണ്ട്. ഈ പിന്ന് ഇതിനകത്ത് വെച്ച് ലോക്ക് ചെയ്യാം. ചെറുതായിട്ടൊന്ന് അകത്തി കൊടുക്കുക വേണ്ട. ഒരുപാടിട്ട് വളച്ച് ഇതാക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ വല്ലാതെ വളച്ച 1-2 പ്രാവശ്യം നമ്മൾ അഴിച്ചു വരുമ്പോൾ പിന്നെ മുറിഞ്ഞു പോകും. അപ്പൊ ചെറുതായിട്ട് ഒരല്പം മാത്രമേ നമ്മൾ ഈ പിന്ന് ഒന്ന് വിടർത്തി കൊടുത്താൽ പിന്നെ അത് തിരിച്ച് അഴിഞ്ഞു വരില്ല. അതുപോലെ തന്നെയാണ് ഇതും. ഇതിന്റെ ഇപ്പോൾ അടുത്ത് വരുന്ന ഫിറ്റിങ് ഇതാണ് വരുന്നത്. ഇതിങ്ങനെ വെച്ച് ഈ ലോക്ക് ഇതിനകത്ത് വെക്കേണ്ടതാണ്. ആദ്യം തന്നെ ഇതിനകത്ത് വെക്കുന്ന ഈ റോഡ് ഇതിനകത്തൂടെ കടത്തി, ഈ ഹോളിൽ കൂടെ കടത്തി. ഇവിടെ പിന്നുണ്ട്, സ്പ്ലിറ്റ് പിന്ന്. ഇവിടെ വീണ്ടും ആ പിന്നും വാഷറും. ആ വാഷറും ഇടേണ്ടതാണ്. സ്റ്റീലിന്റെ ഒരു വാഷറും ഉണ്ട്, ഒരു പിന്നും. ഇത് രണ്ടും കൂടി ഇട്ട് നമുക്ക് ആ പിന്നെ ലോക്ക് ചെയ്യാം. അപ്പൊ പിന്നെ തിരിച്ച് അഴിഞ്ഞു വരില്ല. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇത്രയും ആവശ്യമുള്ളൂ. ഇപ്പൊ ഇത് നമുക്ക് മാനുവലായിട്ട് പമ്പ് ചെയ്യാൻ ഇത് തടസ്സമില്ല. ഇനിയിപ്പോ ഇതിന്റെ ഈ ഒരു ഭാഷ ഇതിൽ വെച്ചൊന്ന് പ്രസ് ചെയ്താൽ പിന്നെ അത് തിരിച്ച് ഇളകില്ല, അത് ലോക്കായി. അതുപോലെ ഇതിന്റെ ഹാൻഡിൽ ഇവിടെ വെച്ചത് ലോക്ക് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഹാൻഡിലിന് ഒരു ഗ്രിപ്പ് ഉണ്ട്. ഈ ഗ്രിപ്പ് ഇതിൽ പ്രസ് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ നമുക്ക് പിടിക്കാനുള്ള ഗ്രിപ്പാണ്. ഇതിനകത്ത് ഇതിട്ടാൽ പിന്നെ അഴിഞ്ഞു പോകില്ല. നമുക്ക് യൂസ് ചെയ്യാത്തപ്പോൾ മോട്ടോർ വെച്ച് ഉപയോഗിക്കുമ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ ആ സമയത്തൊക്കെ ഇത് വെച്ച് ലോക്ക് ചെയ്ത് വെക്കാം. അതേപോലെ ഇതിന്റെ നോസിലും ഒക്കെ ഇവിടെ വെച്ച് ലോക്ക് ചെയ്യാനുള്ളതാണ്. ഇത് ഇവിടെ വെക്കാം. പിന്നെ ഇതിന് ഇനി ഒരെണ്ണം കൊണ്ട് ഈ സൈഡിലും ഉണ്ട് ഒരെണ്ണം. ഇതിനകത്ത് ഈ ലോക്ക് നമുക്കിത് ഈ സൈഡിൽ ഇവിടെ വെച്ച് ഫിറ്റ് ചെയ്താൽ നമ്മുടെ ഈ നോസിൽ പമ്പ് ചെയ്യണ നോസിൽ ഇവിടെ വെച്ച് നമുക്ക് എടുത്ത് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ളതാണ് ഇത്. അപ്പോൾ ഇത്രയാവുമ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് ഫിറ്റിങ്സ് എല്ലാം തീർന്നു. ഇനി ഈ ട്യൂബ് നമുക്ക് ഒന്നുകിൽ ഇവിടെ വെച്ച് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മോട്ടോർ വെച്ച് ഉപയോഗിക്കണം മറ്റേ സൈഡിൽ. ഇനി ഇതിന്റെ ഈ നോസിൽ ഫിറ്റ് ചെയ്യാണ് വേണ്ടത്. ഈ നോസിൽ നമുക്ക് പമ്പ് ചെയ്യാനുള്ള നോസിലാണ്. അപ്പൊ ഇതിനകത്ത് ഒരു വാഷർ, റബ്ബറിന്റെ വാഷർ, 2 വാഷറുണ്ട്. അപ്പൊ ഒരു വാഷർ അതിൽ ഇട്ടുണ്ട് ഞാൻ. അപ്പൊ ഇതൊക്കെ സ്പെയർ ആണ്. എല്ലാറ്റിനും ഒരു സ്പെയർ അവർ കൂടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാം. കുറച്ച് നന്നായി ടൈറ്റ് ചെയ്യണം എല്ലാം. അതുപോലെ ഇവിടെ ഒരു ഇതുണ്ട്, ഇത് ലോക്കാണ്. നമുക്ക് പമ്പ് ചെയ്യുമ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇതിൽ വെച്ച് ഇങ്ങനെ അമർത്തി വെച്ചാൽ സ്പ്രേ കണ്ടിന്യൂസ് സ്പ്രേ ആയിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ അമർത്തി പിടിച്ചുകൊണ്ടിരിക്കേണ്ട, കൈ വേദനിക്കാതിരിക്കുക. ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചാൽ ഓൺ ആയിട്ടേ ഇരിക്കും. നമുക്ക് ഒന്നുകൂടെ പ്രസ് ചെയ്ത് ഇതിങ്ങനെ നീക്കിയാൽ ഓഫ് ആവും ചെയ്യും. നമുക്ക് കൂടുതൽ നേരമൊക്കെ കണ്ടിന്യൂസ് അടിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിച്ച് ഇതൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ലോക്കായി ഓപ്പൺ ആയി തന്നെ ഇരിക്കാനായിട്ട്, ലോക്ക് ചെയ്ത് വെക്കാനാണ്. അപ്പൊ അത് നമുക്ക് ഈ ട്യൂബിന്റെ 2 സൈഡും ഒരേ തന്നെയാണ്. ഏത് സൈഡിൽ വേണമെങ്കിലും ഈ ട്യൂബ് കണക്ട് ചെയ്യാം. ഈ ട്യൂബ് ഇങ്ങനെ വെക്കണം. ഇതിൽ വാഷറൊന്നും ആവശ്യമില്ല. ഇതിങ്ങനെ വെറുതെ ഈ ട്യൂബ് ഇവിടെ ഒരു ബൾജിങ് ഉണ്ട്, അത് ഇതിനകത്ത് വന്ന് ഇത് ലോക്ക് ആകുമ്പോൾ പിന്നെ ലീക്ക് ഒന്നും വരില്ല. ഇതിൽ ഇങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ ഇവരുടെ ഈ നോസിലിന്റെ ഇതിപ്പോൾ ഇതിൽ നമുക്ക് 4 തരം നോസിലാണ് ഇതിന്റെ കൂടെ തന്നിട്ടുണ്ട്. ഇത് 2 ഏകദേശം ഒരുപോലെ തന്നെയാണ് കാണുന്നത്. ഇത് ഡബിൾ നോസിലാണ്. ഇത് പിന്നെ കൂടയിൽ ലോങ് ആയിട്ട് സ്പ്രേ ചെയ്യണമെങ്കിൽ ഇതും പറ്റും. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഒരെണ്ണം ഫിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെയൊക്കെ ഓരോ വാഷർ ഉണ്ട്. ഇതിപ്പോൾ ഒരു സ്പെയർ തന്ന ഈ വാഷർ ഒരെണ്ണം എല്ലാം ഒന്ന് സ്പെയർ തന്നിട്ടുണ്ട്. നമുക്ക് പിന്നീട് ഡാമേജ് വരുമ്പോൾ മാറ്റി യൂസ് ചെയ്യാം. അപ്പോൾ അതിലൊക്കെ വാഷർ ഉപയോഗിക്കണം. ഈ കാണുന്ന വാഷർ,
ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വെള്ളം ലീക്ക് വരും. ഈ നോസിൽ ഇത് ഇവിടെ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ സൗകര്യമുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് ലൂസ് ചെയ്താൽ ഇത് നമുക്ക് നീളം കൂട്ടി എക്സ്റ്റെൻഡ് ചെയ്യാം. നമുക്ക് കൂടെ ലോങ് ആയിട്ടൊന്നും അടിക്കണമെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് അടിച്ച്, അപ്പോൾ ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്താൽ ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ വെച്ച് ടൈറ്റ് ചെയ്താൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ടൈപ്പ് നോസിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ഇത്രയും ഫിറ്റ് ചെയ്താൽ ഇതിൻ്റെ നോസിലിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ അത് നമുക്ക് മാനുവൽ ആണെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്യണു. മാനുവലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ച് അപ്പോൾ പമ്പ് ചെയ്യുമ്പോൾ ഇതിനകത്തൂടെയാണ് വെള്ളം വരിക. ഇപ്പോൾ മോട്ടോർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അത് നമ്മൾ ഇവിടെയാണ് വരിക. അപ്പോൾ അത് അവിടെ നിന്ന് അഴിച്ചെടുത്ത് ഈ സൈഡിൽ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഈ ട്യൂബ് ഉള്ളിലേക്ക് കടത്തി വെച്ചിട്ട് ഈ നെറ്റ് വെച്ച് ടൈറ്റ് ചെയ്ത് ലോക്ക് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു ലോക്ക് ഇത് മൂടി ഉണ്ട്. നമ്മളിത് യൂസ് ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ മൂടി വെച്ച് അടച്ചു വയ്ക്കുക, അല്ലെങ്കിൽ വണ്ടോ മറ്റോ ഒക്കെ കയറി ഇത് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കരട് പൊടിയൊന്നും ഉള്ളിൽ കയറാതിരിക്കാൻ അതുപോലെ അതെടുത്ത് ഇവിടെ ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിനഴിച്ചെടുത്ത് ഇത് തിരിച്ച് അവിടെ വെച്ചിട്ട് ലോക്ക് ചെയ്യാം, അടച്ചു വയ്ക്കുക. മൂടി ഡസ്റ്റ് ഗ്യാപ്പാണിത്. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് നമ്മൾ അത് പോകാതെ നോക്കുക, അത് അടച്ചു വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫിറ്റിംഗ്. ഇപ്പോൾ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി പിന്നെ നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് മാത്രമേ ഫിറ്റ് ചെയ്യാനുള്ളൂ. ഈ സ്ട്രാപ്പ് നമുക്ക് ഇതിനകത്തോടെ കടത്തിയിട്ട് ഇതിനകത്തോടെ എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിനെടുത്ത് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ലെങ്ത്തിന്റെ നമ്മൾ യൂസ് ചെയ്യണ ആളുടെ സൗകര്യത്തിന് ഇതിനകത്തോടെ വെച്ച് അതവിടെ ലോക്കായിരുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇതിനി തിരിച്ച് അഴിഞ്ഞു വരില്ല. നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് പിന്നെ ഇവിടെയാണ് ഈ ഹുക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ പുറത്ത് ഇടുമ്പോൾ ഇതിനകത്താണ് ഇവിടെ കൊളുത്തിയിടേണ്ടത്. പുറത്ത് ഇവിടെ എടുത്ത് ഇതിൽ വെച്ചാൽ അത് ലോക്കായി. അപ്പോൾ ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. അത് പ്ലാസ്റ്റിക് ആണ് ഹുക്ക്. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇവർക്ക് മെറ്റൽ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് എത്ര കാലം നിൽക്കും എന്നുള്ളത് കണ്ടന്നെ അറിയണം. ഇതുപോലെ തന്നെയാണ് മറ്റു സൈഡ്. നമുക്ക് രണ്ട് സൈഡും ഇത്ര തന്നെയുള്ളൂ. ഇനി നമുക്കതിൽ വെള്ളം ഒഴിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിതിൽ വെള്ളം കുറച്ച് ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഡസ്റ്റ് ഗ്യാപ്പ് ഈ ഫിൽറ്റർ ഇതിനകത്തില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇതിനകത്ത് ഇവിടെ ഫിൽറ്റർ വരുന്നുണ്ട്, പിന്നെ പമ്പിൻ്റെ അവിടെ ഇതിനകത്ത് ഒരു ഫിൽറ്ററും കൂടെ വരുന്നുണ്ട്. ഇത് പമ്പിനകത്ത് പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്യണം. ചിലപ്പോൾ പ്രഷറൊക്കെ കുറവ്, വെള്ളം വരവ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ കംപ്ലൈൻറ്റ് ആണെന്നല്ല വിചാരിക്കേണ്ടത്. ഈ ഫിൽറ്ററുകൾ ഇപ്പോൾ ഇവിടെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിനകത്തും ഇവിടെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. അപ്പോൾ മൂന്ന് ഭാഗത്ത് ഇതിന് ഫിൽറ്റർ ഉണ്ട്. ഇതിനകത്തൊരു ചെറിയ ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഡസ്റ്റ് എങ്ങാനും എന്തെങ്കിലും വന്ന കരടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം വരവ് കുറയും. അപ്പോൾ വെള്ളം വരവ് കുറവാണെങ്കിൽ നമ്മളിത് അഴിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ വല്ലതിലും എന്തെങ്കിലും ഡസ്റ്റ് എന്തെങ്കിലും കയറി ഇരിക്കുകയാണെങ്കിൽ അത് ക്ലീൻ ചെയ്താൽ പഴയപടി തന്നെ വെള്ളം ശരിക്കും ഫുള്ളായിട്ട് പ്രഷറിൽ വരും. അപ്പോൾ മൂന്ന് ഭാഗത്ത് ഫിൽറ്റർ പ്രൊട്ടക്ഷനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റിക്ക് നല്ല ക്വാളിറ്റി തന്നെയാണ്, തീരെ മോശമൊന്നും പറയാനില്ല. നല്ല രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഫിൽറ്റർ കാണുന്നു വിചാരിക്കണം. അതിനകത്ത് അത് വെറുതെ പ്രസ്സിങ്ങേ ഉള്ളൂ. ഉള്ളിൽ ചെറുതായിട്ട് ഫിൽറ്റർ കാണും. അപ്പോൾ ആ ഫിൽറ്ററും എപ്പോഴും ഉണ്ടായിരിക്കണം അതിൽ, അത് മാറിപ്പോരുത്. ഇലക്ട്രിക് പമ്പിൻ്റെ വേണ്ടി മാത്രമുള്ള ഫിൽറ്ററാണത്. അപ്പോൾ പമ്പിനകത്തൊക്കെ ഡസ്റ്റ് കയറി പിന്നെ ചിലപ്പോൾ നമുക്ക് സർവീസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഫിൽറ്റർ ക്ലിയർ ആയിട്ട് തന്നെ വെച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഏതെങ്കിലും കാരണവശാൽ അഴിഞ്ഞു വരുവല്ലൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പാടില്ല, അതിന് ഡാമേജ് ഉണ്ടെങ്കിൽ. ഇതിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം തുറന്നു വിടാം. ഇതിനകത്ത് ഏകദേശം ഒരു കാൽഭാഗം കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഒക്കെ ഇവിടെയാണ് വരുന്നത്. ഇതിൽ ഓൺ ചെയ്യാം. ഇതിലിപ്പോൾ സ്പീഡ് കൺട്രോൾ ചെയ്ത് മാനുവലായിട്ട് ഇതിപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇത് ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ നമ്മളിത് യൂസ് ചെയ്യാത്തതുകൊണ്ട് അവിടെ ലോക്ക് ചെയ്യാം. അതേപോലെ ഈ നോസിൽ നമുക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ ഇങ്ങനെ വെച്ച് ലോക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഈ സൈഡിലും രണ്ട് സൈഡിലും നമുക്ക് ഇങ്ങനെ വെച്ച് ലോക്ക് ചെയ്ത് വെക്കാം. കൊണ്ടുപോകുമ്പോൾ പുറത്തൊക്കെ ഇട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് തടസ്സം കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ രണ്ട് സംവിധാനം അവർ ചെയ്തിട്ടുണ്ട്.
അപ്പം അതിൻ്റെ മൂടി അടയ്ക്കാമെന്ന്. അപ്പം ഇതാണ് നോർമൽ വർക്കിന് ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന സ്വിച്ച് ഇതാണ്. ഇത് സ്ലോ സ്പീഡിൻ്റെ ആണത്. അപ്പോൾ ഇതിൽ വെച്ച് ഓണാക്കിയ പമ്പ് ഇത് വർക്ക് ചെയ്യുന്നത് കാണാം. ഇതിപ്പോൾ ഇത് നല്ല രീതിയിൽ സ്പ്രേ ആകുന്നുണ്ട്. ഇതിപ്പോൾ ഈ നോസിൽ വിട്ട ഉടനെ മോട്ടർ ഓഫ് ആവുകയാണ്, ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ഉള്ളതാണത്. നമ്മളിപ്പോൾ പ്രസ് ചെയ്യണോ അപ്പോൾ തന്നെ ഓൺ ആകും, അത് കൈവിട്ടാൽ ഓഫ് ആവുകയും ചെയ്യും. ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് ഇവിടെ ലോക്ക് ഉണ്ട്. ഈ ലോക്ക് ഇങ്ങനെ ഒന്ന് വെച്ചാൽ പിന്നെ അത് നമ്മൾ പിടിക്കേണ്ട ആവശ്യമില്ല, കണ്ടിന്യൂസ് സ്പ്രേ ആയിക്കൊണ്ടിരുന്നോളൂ. ആവശ്യം കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഇങ്ങോട്ടാക്കിയാൽ അൺലോക്കായി. അപ്പോൾ എങ്ങനെയുള്ള സൗകര്യമുണ്ട്. അതേപോലെ ഇതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഒന്ന് ലൂസ് ചെയ്താൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വീണ്ടും ടൈറ്റ് ചെയ്താൽ മതി. ചെയ്യുന്നില്ല, അതിലേക്കൊന്നും വരുന്നില്ല. ഒക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ്. മെറ്റീരിയലൊക്കെ ഇത് സ്റ്റീൽ പൈപ്പാണ്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഡാമേജ് വരെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. വിലയൊക്കെ ഇത്തിരി കുറവാണ്, എന്നാലും ലീക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല, നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. അതുപോലെ നമുക്ക് അതിൻ്റെ ചെറിയ മറ്റു നോസലുകളൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഇത് മാറ്റി നമുക്ക് ഇതിൽ വേറെ നോസിലുണ്ട്. 4 ടൈപ്പ് നോസിലാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഇതിലത്തെ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതിൽ കുറച്ച് ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലീക്ക് വരാം. ഇതിപ്പോൾ കുറച്ചും കൂടി സ്പ്രെഡായിട്ട് വരുന്നതാണ്, മറ്റേതിനേക്കാളും കുറച്ചും കൂടി വലിയ മൗത്താണ് ഇത് വരുന്നത്. കുറച്ചും കൂടിയൊക്കെ സ്പ്രെഡായി വരുന്നുണ്ട്. അതേപോലെ ഇനി മറ്റൊന്ന് വരുന്നത് ഡ്യുവൽ നോസിലാണ്. ഇത് കുറച്ച് ഏരിയ കൂടുതൽ ഏരിയയിലേക്ക് നമുക്ക് കിട്ടും. ഇതിപ്പോൾ കൂടുതൽ ഏരിയയിൽ വൈഡായിട്ട് നമുക്ക് സ്പ്രേ ചെയ്യണമെങ്കിൽ ലീക്കൊന്നുമില്ല, നല്ല രീതിയിലൊക്കെ സ്പ്രേ ആകുന്നുണ്ട്. ക്വാളിറ്റിയൊക്കെ പ്ലാസ്റ്റിക് ആണെങ്കിലും അതിൻ്റെ വർക്കിംഗ് ഒക്കെ നല്ല തന്നെയാണ്, നല്ല ക്വാളിറ്റിയിൽ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് ലോങ് നോസിലാണ്, കുറച്ച് മരത്തിൻ്റെയൊക്കെ കുറച്ച് ഹൈറ്റിലേക്കൊക്കെ നമുക്ക് അടിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ലോങ് ആയിട്ട് ഹൈറ്റിലേക്ക് പോകുന്നുണ്ട്. ഇത് താഴെ അടിക്കാനല്ല, മുകളിലേക്ക് ചെടികളിലും മരത്തിൻ്റെയൊക്കെ കുറച്ച് ഹൈറ്റിലേക്ക് അടിക്കാനുള്ള നോസിലാണ് ഈ ടൈപ്പ് നോസിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ 4 ടൈപ്പ് നോസിലാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇതിനി നമുക്ക് മാനുവലായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഈ ഓൺ ഓഫ് സ്വിച്ച് അല്ലാതെ നമുക്ക് അടുത്ത് ഇവിടെ ഒരു കൺട്രോൾ നോബ് കാണാം. ഇതിൻ്റെ മോട്ടറിൻ്റെ സ്പീഡ് വേരി ചെയ്യാനാണ്. നമുക്ക് ചെറിയ രീതിയിലുള്ള ഇത് മതിയെന്നുണ്ടെങ്കിൽ സ്ലോ സ്പീഡിൽ ആക്കാം. അതുപോലെ തന്നെ ഇതിൽ ഓൺ ഓഫ്, ഇതിൽ തന്നെ ഓഫും ഓണും ഉണ്ട്. സ്റ്റെപ്പ് തിരിച്ച ഫസ്റ്റ് സ്റ്റെപ്പ് ഓണാണ്. ഇത് ഓൺ ചെയ്താൽ ഇതിപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടാണ് വരുന്നത്. ഇതിനെ കൂട്ടുന്നതിനനുസരിച്ച് ഇതിൻ്റെ കണ്ടില്ലേ സ്പീഡ് കൂടും. നമുക്ക് ആവശ്യത്തെ കൺട്രോൾ ചെയ്ത് സ്പ്രേ ചെയ്യണമെങ്കിൽ ഫുൾ പ്രഷർ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് സ്പ്രേ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ, അല്ലാതെ ഇരുന്ന് നോർമൽ തന്നെ ഈ ഒരു സ്വിച്ച് മാത്രം ഓൺ ആക്കിയാൽ മതി, ഫുൾ പ്രഷറിൽ വരും. ഇനിയിപ്പോൾ അത്ര പ്രഷർ വേണ്ട എന്തെങ്കിലും അതിൽ അടുത്ത് മറ്റു പച്ചക്കറികളൊക്കെ ഉണ്ട്, അതിലേക്കൊന്നും ആകാതെ ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്യണം, കൺട്രോൾ ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ പ്രഷർ കുറയ്ക്കാം. പമ്പിൻ്റെ സ്പീഡ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സ്പീഡ് കൺട്രോൾ നോബാണിത്. അതനുസരിച്ച് നമുക്ക് അങ്ങനെയുള്ള സൗകര്യം ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാനുവൽ മോഡിൽ വന്നിട്ട് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഇത് അഴിച്ചെടുക്കണം. അത് ഈ ട്യൂബ് ഈ ഭാഗത്തുനിന്ന് അഴിച്ചെടുത്ത് ഇവിടെ മാറ്റി ഫിറ്റ് ചെയ്യാണ് വേണ്ടത്. ട്യൂബിന് അവിടെ നിന്ന് എടുത്ത് ഈ സൈഡിൽ ഫിറ്റ് ചെയ്താൽ അത് മാനുവൽ മോഡായി. അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ബാക്കിയുണ്ട്, ആ സമയത്ത് ബാറ്ററി തീർന്നു പോവേ എന്തെങ്കിലും വന്നാൽ അപ്പോൾ കുറച്ചും കൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബാറ്ററി ചാർജ് ഇല്ലാത്ത സമയത്തൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കിത് മാനുവലായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കൈകൊണ്ട് പമ്പ് ചെയ്ത്, സാധാരണ പഴയ കാലത്തെ പമ്പ് പോലെ തന്നെ നമുക്കിത് പമ്പ് ചെയ്ത് യൂസ് ചെയ്യാം. ഇതിലിപ്പോൾ വരുന്നില്ല. അപ്പോൾ ഇത് 2 പ്രാവശ്യം ഇങ്ങനെ പമ്പ് ചെയ്യേണ്ട കാര്യമുള്ളത്. ഇതിലിപ്പോൾ സ്പ്രേ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ പമ്പ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ സ്പ്രേ ആകുന്നൊക്കെ ഉണ്ട്. നമുക്ക് ലോങ് നോസിൽ വന്നിട്ട് കുറച്ചുകൂടി കാണാനും എളുപ്പമുണ്ടാവും തോന്നുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് സ്പ്രേ ആകുമ്പോൾ ക്യാമറയിൽ കാണാൻ കുറച്ച് വിഷമം കാണുമായിരിക്കും. നമുക്ക് ഇതൊന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നന്നായി കാണുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പമ്പിങ് നടക്കണമൊക്കെ ഉണ്ട്. ചെറിയ രീതിയിൽ പമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം നന്നായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മാനുവലായിട്ടും 2 രീതിയിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും.
നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞ് നിർത്തുമ്പോൾ ഇപ്പം മരുന്നൊക്കെ ബാക്കി ഇത് വരികയാണെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവാക്കണം. ഇതിൽ തന്നെ അങ്ങനെ വെച്ച് അടുത്ത പ്രാവശ്യത്തേക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ കീടനാശിനികൾ വെക്കരുത്. അപ്പോൾ പല ടൈപ്പ് കെമിക്കലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ വാഷർ ഇതിനൊക്കെ കൊറോഷൻ വരാൻ സാധ്യതയുണ്ട്, അത് ഡാമേജ് വരും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്തായാലും ഇത് കംപ്ലീറ്റ് കാലിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകുക, പിന്നെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് പമ്പ് ചെയ്ത് ഇതിനകത്ത് ട്യൂബിനകത്തുനിന്ന് എല്ലാം പോകണം, ഇതിനകത്ത് നിൽക്കരുത്. അങ്ങനെ എന്നാൽ അതിൻ്റെ നോസിലൊക്കെ അടഞ്ഞു പോകാനും കൊറോഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഓരോ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് പമ്പ് ചെയ്ത് വെറുതെ ടാങ്ക് കഴുകിയോണ്ട് മാത്രം ആയില്ല, ഇതിനകത്ത് കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് പമ്പ് ചെയ്ത് കളയണം, അതിനകത്ത് കംപ്ലീറ്റും പോകണം. എന്നാലേ അത് അടുത്ത പ്രാവശ്യം പിന്നീട് ദീർഘകാലം ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കണം. അതുപോലെ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി ഏകദേശം 16 ലിറ്റർ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. ഇപ്പോൾ കുറച്ച് ഉപയോഗിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ 2 ലിറ്റർ 5 ലിറ്റർ മതിയെങ്കിൽ അത്ര വെള്ളം എടുത്താൽ മതി. എപ്പോഴും ഫുൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് കപ്പാസിറ്റി 16 ഉണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഉപയോഗിക്കുക. ബാലൻസ് വന്നാൽ അത് ഒഴിവാക്കി വെക്കുക. ഇതിൽ നിന്ന് മാക്സിമം അത് അടിച്ച് തീർക്കുക. ഇതിൽ ഇനി അടുത്ത പ്രാവശ്യത്തേക്ക് ഇത് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കരുത്. അപ്പോൾ അഗ്രോമിൽ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ സ്പ്രെയറാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഉണ്ട്. രണ്ടിലും ഒരേ വില തന്നെയാണ്, 2500 രൂപ തന്നെയാണ് രണ്ടിലും വില വരുന്നത്. ഇതിനുപയോഗിച്ച ട്യൂബൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രഷർ താങ്ങുന്ന 0.75 മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 120 PSI പ്രഷറൊക്കെ താങ്ങാൻ പറ്റുന്ന ട്യൂബ് തന്നെയാണ്. ക്വാളിറ്റിയുള്ള ട്യൂബും പ്രൊഡക്റ്റൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് വിലയും ഇതിപ്പോൾ ഇവിടെ സ്റ്റീലിൻ്റെ ഇതാണ്, എല്ലാറ്റിലും അങ്ങനെ സ്റ്റീലിൻ്റെ കാണുന്നില്ല. ഞാൻ പലരും നോക്കിയപ്പോൾ ഇതിൽ ബ്ലാക്ക് ആണ് കാണുന്നത്. ഇതിപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ലൈഫ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ക്വാളിറ്റി തന്നെയാണ്, തീരെ മോശമൊന്നുമല്ല. നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ആവശ്യങ്ങൾക്കൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോഡൽ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.